ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് നോക്കൂ, നമ്മുടെ മേനക സുരേഷ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡൻറ്റ് സെക്രട്ടറി അതുകൊണ്ടാണ് പുള്ളി ഒരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ്. ഗൈസ് എന്താണെന്നറിയാമോ? കഴിഞ്ഞ വർഷം 100 കോടി ക്ലബിൽ ഇടം പിടിച്ച ഒരു പടവുമില്ല. ഒരു പടത്തിൻ്റെ പേര് പറയുവാൻ വാർത്താ മാധ്യമ പ്രവർത്തകരെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. ഗൈസ് നോക്കൂ, അതിൻ്റെ വോയിസേ ഞാൻ ഇടുന്നുള്ളൂ, കാരണം കോപ്പിറൈറ്റ് കണ്ടന്റ് ആയതുകൊണ്ട് എൻ്റെ വോയിസ് ഒന്ന് പുള്ളിയുടെ വോയിസാണ് ഇടുന്നത് കേട്ടോ. ഒരു പടം കാണിച്ചു തരട്ടെ, വെല്ലുവിളിക്കാൻ ഞാൻ ഇവിടുത്തെ ആർട്ടിസ്റ്റിന് 100 കോടി രൂപ ഷെയർ വന്ന പടം ഞങ്ങൾ ഷെയറാ കൂട്ടുന്നത്, അല്ലാതെ ലോകത്തുള്ള കോസ്റ്റ് ഒന്നും അല്ല കൂട്ടുന്നത്. ഷെയർ വന്ന 100 കോടി ക്ലബിൽ വന്ന ഒരു പടം പറയട്ടെ. അത് അല്ല, അങ്ങനെ പറയുമ്പോ അതിനകത്ത് സുരക്ഷയുടെ കാര്യം 100 കോടി വന്നു എന്ന് പറഞ്ഞ നിർമ്മാതാക്കൾ തന്നെ പറയുന്നത്. ഈ നിർമ്മാതാക്കളെ സംഘടനയുള്ളവർ തന്നെ പറയാം എന്റെ സിനിമയ്ക്ക് 100 കോടി എന്ന് അവര് തന്നെ പോസ്റ്റർ ഇറക്കുന്നത്. അത് പറയിപ്പിക്കുന്നതാണ്. താരങ്ങളും ടെക്നീഷ്യന്മാരും അത് തന്നെയാണ്, താരങ്ങൾ പറയിപ്പിക്കുന്നതാണ് 100%. അല്ല, ഇവിടെ ഒരു പ്രൊഡ്യൂസർ ആവശ്യപ്പെടില്ല, അവനറിയാം അവന്റെ ഗതികേട് എന്താണെന്നുള്ളത്. ഗൈസ് നോക്കൂ, ഇവിടെ പുള്ളി പറഞ്ഞിരിക്കുന്നത് താരങ്ങളുടെ നിർദ്ദേശം അല്ലെങ്കിൽ അവരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഇവർ ഈ 100 കോടി ക്ലബ്ബ് അല്ലെങ്കിൽ 200 കോടി ക്ലബ്ബ് എന്നൊക്കെ പറഞ്ഞ് ഇറക്കുന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റാണ്. എന്തുകൊണ്ട് ഇവർ അങ്ങനെ സമ്മതിക്കുന്നു? ഇവർക്ക് കിട്ടാത്ത പൈസ കിട്ടിയില്ലെന്ന് പറഞ്ഞ് ഇവർ പരസ്യം ചെയ്യണത് ശരിയാണോ? അപ്പോൾ അത് ശരിയല്ലേ? ഇപ്പം മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പം അതിൽ ബബ്ബടിക്കുന്നു അല്ലേ? ഇവർക്കിപ്പോൾ 100 കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചെന്നുള്ള പരസ്യം ചെയ്യുന്നത് ഈ നിർമ്മാതാവ് അറിയാഞ്ഞിട്ടാണോ? പാവ് അറിഞ്ഞുകൊണ്ടാണ് ഇവർ ഈ പരസ്യം ചെയ്യുന്നത്. എന്നിട്ട് ഇവർ കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പരിപാടി. നോക്കൂ, ഒരു സിനിമ അതിൻ്റെ നിർമ്മാതാവിനാണ് അതിൻ്റെ അവകാശം അല്ലേ? അവർ പറയുന്നു ഇത് 100 കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചു, നോക്കൂ എന്ന് പറഞ്ഞ ശേഷം അദ്ദേഹം തന്നെ പറയുന്നു അത് നമ്മുടെ താരങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ്, അവരുടെ നിർദ്ദേശം കൊണ്ടാണ് അല്ലെങ്കിൽ അവരുടെ നിർബന്ധം കൊണ്ടാണ് ഞങ്ങൾ ഈ ചെയ്യുന്നതെന്നാണ്. അപ്പോൾ ഇവർ തന്നെ തെറ്റ് ചെയ്തിട്ടും ഇവർ തന്നെ തെറ്റ് ചെയ്തിട്ടും ഇവർ തന്നെ അതിനെ ന്യായീകരിക്കുകയല്ലേ ചെയ്യുന്നത്? പ്രൊഡ്യൂസേഴ്സ് സമ്മതിച്ച ശേഷമല്ലേ ഇവർ 100 കോടി ക്ലബിലും അല്ലെങ്കിൽ 150 കോടി ക്ലബിലൊക്കെ ഇടം പിടിച്ചെന്നും പറഞ്ഞ് പരസ്യത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പം തന്നെ നമ്മുടെ മഞ്ഞുമ്മൽ ബോയ്സ് കഴിഞ്ഞ വർഷം 100 കോടി ക്ലബിൽ ഇടം പിടിച്ചെന്നും പറഞ്ഞ് നമ്മുടെ ഈ ഗൂഗിളിൽ കിടക്കുന്നൊരു കണക്കാണ്. മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമ 100 കോടി ക്ലബിൽ ഇടം പിടിച്ചു. പിന്നെ ആട് ജീവിതം ഇടം പിടിച്ചു എന്ന് പറഞ്ഞ സിനിമ, ആവേശം എന്ന് പറയുന്ന നമ്മുടെ ഭഗത് ഫാസിൻ്റെ സിനിമ, പിന്നീട് പ്രേമലു, പിന്നെ മാർക്കോ, ഇതെല്ലാം 100 കോടി ക്ലബിൽ ഇടം പിടിച്ചെന്ന് പ്രൊഡ്യൂസേഴ്സ് തന്നെ സമ്മതിച്ച ശേഷമാണ് ഇവരിടുന്നത്. എന്ന് ശേഷം ഇപ്പോൾ ഇവിടെ വന്നേച്ച് മാധ്യമ പ്രവർത്തകർ കാരണം ചോദിക്കുമ്പോൾ അദ്ദേഹം അവരുടെ നിർദ്ദേശപ്രകാരമാണ് അല്ലെ അവരുടെ നിർബന്ധപ്രകാരമാണ് ഞങ്ങളിത് സമ്മതിക്കുന്നതെന്ന്, അല്ലെങ്കിൽ അവരുടെ സമ്മർദ്ദ പ്രകാരമാണ് നിങ്ങളെന്തൊരു സമ്മർദ്ദത്തിന് വിധേയം, നിങ്ങൾ അവിടെ സമ്മർദ്ദത്തിന് വിധേയമായിട്ട് ഇവിടെ വന്നിട്ടും ഈ രീതിയിലുള്ള വർത്തമാനം പറഞ്ഞാൽ ശരിയാണോ? അവർ സമ്മർദ്ദത്തിന് വിധേയമായാണ് അവർ വർത്തമാനം പറയണമെന്ന് പറഞ്ഞു. അതിനുശേഷം മാധ്യമപ്രവർത്തകരെ ഞങ്ങൾ അവരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഇങ്ങനെ ചെയ്തത്, അതുകൊണ്ടാണെന്ന് പറഞ്ഞ ശേഷം നിങ്ങൾ സംഘടനയാണ്, നിങ്ങൾ കറക്റ്റായിട്ടുള്ള കാര്യം തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വിട്ടേച്ചും നിങ്ങൾ ഈ ഡയലോഗ് അടിക്കുന്നത് ശരിയാണോ? തീർച്ചയായും തെറ്റായ ഒരു സമീപനമാണെന്നുള്ള എനിക്ക് പറയുന്നത്. കാരണം അവരവിടെ തെറ്റ് ചെയ്ത് ഇവിടെ വന്നേച്ചും പറഞ്ഞ് ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല. ഇവരെന്നാൽ ഇത് സമ്മതിക്കണ്ടേ? ഈ നിർമ്മാതാക്കൾ സമ്മതിച്ചിട്ട് തന്നെയാണ് ഈ സിനിമയെല്ലാം 100 കോടി ക്ലബിൽ ഇടം പിടിച്ചെന്നുള്ള വാർത്ത വരുന്നത്. അതിനുശേഷം വന്നിട്ട് ഡയലോഗ് അടിക്കുന്നത് ശരിയാണോ ഗൈസ്? തീർത്തും തെറ്റായ ഒരു സമീപനമാണെന്ന് എനിക്ക് പറയാനുള്ള കാര്യം. ഇങ്ങനെയുള്ള രീതിയിലുള്ള ഈ പരസ്പര വിരുദ്ധമായ രീതിയിൽ ഉള്ള ഈ വർത്തമാനം പ്രൊഡ്യൂസേഴ്സ് ഒന്നുമില്ല, കിട്ടിയെങ്കിൽ കിട്ടി, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര കിട്ടിയെങ്കിൽ മാത്രമേ അവർ പറയുന്ന ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഞങ്ങൾ 100 കോടി ക്ലബിൽ ഇടം പിടിച്ചെന്നുള്ള പറയത്തുള്ളൂ എന്നൊരു തീരുമാനം എടുക്കാമല്ലോ ഇവർക്ക്. ഇവരങ്ങനെ എടുക്കുന്നില്ല. ഇവർ പരസ്പര വിരുദ്ധമായ രീതിയിൽ ഈ വന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചു, നിങ്ങളുടെ അനുമതിയോടുകൂടിയല്ലേ ഈ 100 കോടി ക്ലബിൽ ഇടം പിടിച്ചെന്നുള്ള പരസ്യം നിങ്ങളുടെ സിനിമയിൽ വരുന്നത്, അല്ല നിങ്ങളുടെ സിനിമ ആ ക്ലബിൽ ഇടം പിടിച്ചു എന്ന് പറഞ്ഞു. അപ്പം ലോകത്തുള്ള വരുമാനം ഒന്നും കൂട്ടണ്ട, ഞങ്ങൾക്ക് ബോണ്ട് വരുമാനം കിട്ടണമെന്നാണ് പറയുന്നത്. എക്സ് ഓർ വൈ നിങ്ങൾക്ക് എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് കിട്ടുന്നത് അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അല്ലേ? അതെങ്ങനെ കിട്ടിയാൽ നിങ്ങളുടെ അനുമതി ഇല്ലാണ്ട് നിങ്ങളുടെ സിനിമ 100 കോടി ക്ലബിൽ എങ്ങനെ വരുന്നത്? നിർമ്മാതാവിനാണ് പൂർണ്ണ അധികാരം. അപ്പം ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ഈ പരസ്പര വിരുദ്ധമായുള്ള
ഈ കോൺട്രഡിക്ഷൻ പരമായിട്ടുള്ള ഈ വാഗ്വാദങ്ങൾ ഒഴിവാക്കിയാണ്. കാരണം അദ്ദേഹം എത്രയോ വർഷങ്ങളായിട്ട് നിൽക്കുന്ന ആളാണ്.